Hi all, welcome back to mFavor Learning App, Food Safety Officer Exam 2024. നമ്മുടെ ഒരു സിലബസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സിലബസ് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഡയറി ടെക്നോളജി അതിൻ്റെ ആദ്യ ഭാഗത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മിൽക്ക് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു മാർക്ക് ചോദ്യം നമുക്ക് കിട്ടും. അത് നമുക്ക് അടിച്ചെടുക്കണമെങ്കിൽ ഈ ഒരു സെഷൻ നിങ്ങൾ പൂർത്തീകരിക്കുക. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് mFavor ലേണിംഗ് ആപ്പിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ടെലഗ്രാമിൽ mFavor കേരള PSC എന്ന ഒരു ചാനലുണ്ട്. 1,00,000-ലധികം പേർ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മൾ നൽകും. ജോയിൻ ചെയ്യാനായിട്ട് ടെലഗ്രാമിൽ mFavor കേരള PSC എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ മിൽക്കിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷനാണ്. എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ദി ലാക്ടിയൽ സെക്രീഷൻ ഓഫ് ദി മാമറി ഗ്ലാൻഡ്സ് ഓഫ് ആനിമൽസ്. ഏറ്റവും പ്രധാനമായിട്ട് രണ്ടാമത്തെ ഒരു സെൻറ്റൻസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊളസ്ട്രം എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും കൗ മിൽക്കാണ്. മനുഷ്യന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും അല്ലെങ്കിൽ മനുഷ്യൻ്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള മിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് കൗ മിൽക്ക് തന്നെയാണ്, അല്ലേ? അപ്പോൾ മിൽക്ക് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് വൺ ഓർ മോർ ഹെൽത്തി മിൽച്ച് ആനിമൽസ്. മിൽച്ച് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഈ പാല് തരുന്ന കൗ, അതുപോലെ തന്നെ ബഫല്ലോ, ഗോട്ട്, ഇതൊക്കെയാണ് മിൽച്ച് ആനിമൽസ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂഡിംഗ് ദ മിൽക്ക് ഒബ്റ്റെയിൻഡ് വിത്തിൻ 15 days ബിഫോർ ഓർ 5 days ആഫ്റ്റർ കാവിങ് വിച്ച് ഈസ് ഫ്രീ ഫ്രം കൊളസ്ട്രം. അതായത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, ശരിക്കും ഒരു കൗ അതിൻ്റെ പ്രസവം അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം 5 ദിവസവും അല്ലെങ്കിൽ പ്രസവത്തിന് മുന്നേ 15 ദിവസവും ഉള്ള സമയം ആ ഒരു മിൽക്കിൽ ഉണ്ടാകുന്ന ഒരു കണ്ടൻ്റാണ്, അല്ലെങ്കിൽ ആ ഒരു മിൽക്കിനെ നമ്മൾ പറയുന്ന പേരാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന ഒരു 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 കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിന് അമ്മ നൽകേണ്ട ആദ്യത്തെ പാലാണ്, അതായത് ഫസ്റ്റ് ഫോം ഓഫ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നതാണ് കൊളസ്ട്രം. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൗ മിൽക്കിനെ കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് ഫസ്റ്റ് ഫോം ഓഫ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നതാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആ പശുവിൻ്റെ കുട്ടിക്ക് തന്നെ ലഭിക്കേണ്ടതാണ്. കാരണം ഈ കൊളസ്ട്രത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്? ന്യൂട്രിയൻസ്, ആൻറ്റിബോഡീസ്, ആൻറ്റി ഓക്സിഡൻസ്. അതായത് ഇൻ ഓർഡർ ടു ബിൽഡ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദി യങ്ങർ വൺ, ദിസ് കൊളസ്ട്രം ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൊളസ്ട്രം അടങ്ങിയിട്ടുള്ള പാല് ആയിരിക്കരുത് എന്നുള്ള ഒരു ഡെഫിനിഷനാണ് വരുന്നത്. കാരണം ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് വൺ ഓർ മോർ ഹെൽത്തി മിൽച്ച് ആനിമൽസ്. പക്ഷേ എന്ത് മിൽക്കാണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് കാണിക്കുന്നത്? കൊളസ്ട്രം കണ്ടൻ്റുള്ള മിൽക്ക്. അതായത് പ്രസവം അഥവാ കാവിങ്ങിന് മുന്നേ 15 days അല്ലെങ്കിൽ കാവിങ്ങിന് ശേഷം 5 days ആ ഒരു കൊളസ്ട്രം കണ്ടൻറ്റ് ഉള്ള മിൽക്കായിരിക്കും ലഭിക്കുക. അത് സ്വാഭാവികമായിട്ടും യങ്ങർ വണ്ണിന് പോകാനുള്ളതാണ്, അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. ശേഷം നമുക്ക് കിട്ടുന്ന മിൽക്കാണ് ശരിക്കുമുള്ള ബ്രസ്റ്റ് മിൽക്ക്. സോ അത് നമ്മുടെ സൗകര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ കൊളസ്ട്രം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, സി the milk, it should contain legally prescribed minimum % of fat and solids, not fat. അതായത് മിൽക്ക് എന്ന് പറയുന്നത് എന്താ? മിൽക്ക് ഈക്വൽസ് വാട്ടർ. 87% മിൽക്കിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടർ പ്ലസ് ഫാറ്റ് പ്ലസ് സോളിഡ്സ്, നോട്ട് ഫാറ്റ്. അതായത് വാട്ടർ, ഫാറ്റ്, പിന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കീവേഡാണ് സോളിഡ്സ്, നോട്ട് ഫാറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡാണ്. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദാറ്റ് ന്യൂട്രിയൻ പോർഷൻ പ്രസൻറ്റ് ഇൻ മിൽക്ക് വിച്ച് ഈസ് അതർ ദാൻ ഫാറ്റ് ആൻഡ് വാട്ടർ.
അല്ലേ? മിൽക്കിൽ ഫാറ്റും വാട്ടറും ഒഴിച്ചാൽ ഉണ്ടാവുന്ന ആ ഒരു കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളിഡ് നോട്ട് ഫാറ്റ്. അപ്പോൾ ഈ സോളിഡ് നോട്ട് ഫാറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ SNFൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയേ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രധാനമായിട്ടും നമ്മുടെ മിൽക്കിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. യു ഓൾ നോ ദാറ്റ് കാർബോഹൈഡ്രേറ്റ് എന്തിൻ്റെ സോഴ്സാണ്? എനർജിയുടെ സോഴ്സാണ് അല്ലേ? ദെൻ SNFൽ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. പ്രധാനപ്പെട്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് കേസനാണ്. പ്രധാനപ്പെട്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് കേസനാണ്. ഓക്കെ, പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താ? അമിനോ ആസിഡ്സിൻ്റെ സപ്ലിമെൻ്റ് ആണ് അല്ലേ? ഇനി അതുപോലെ തന്നെ ചെറിയ ഒരു ട്രേസ് എമൗണ്ടിൽ ലാക്റ്റാൽബൂമിനും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിനറൽസ് അഥവാ ആഷ് എന്ന് പറയും. മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന SNFൻ്റെ ഒരു എന്താണ് കണ്ടൻ്റാണ് കേട്ടോ. SNFൻ്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും മിനറൽസും ചേരുന്നതാണ് നമ്മൾ SNF അഥവാ സോളിഡ്സ് നോട്ട് ഫാറ്റ് അഥവാ ഓക്കെ, സെറം സോളിഡ്സ് എന്നും പറയാറുണ്ട് ഇതിന്. മറ്റൊരു പേരാണ് സെറം സോളിഡ്സ് എന്ന്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെയിനായിട്ട് ഏതാ? ലാക്ടോസ് ആണ്. കാർബോഹൈഡ്രേറ്റ് മെയിനായിട്ട് ലാക്ടോസ് ആണ്. ഇനി പ്രോട്ടീൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഏതാ? കേസനാണ്. ഓക്കെ, അതുപോലെ തന്നെ ലാക്റ്റാൽബൂമിനുണ്ട് ചെറിയൊരു ട്രേസ് എമൗണ്ടിൽ. ഇനി അടുത്തത് വരുന്നത് മിനറൽസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വെരി ഇമ്പോർട്ടൻറ്റ് ആഷ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മിനറൽസ് എന്ന് പറയുന്നത് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ആണ്. നമ്മുടെ പാലിൽ കാണുന്ന ഏറ്റവും അല്ലെങ്കിൽ ദ മേജർ മിനറൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഉത്തരമേ കൊടുക്കാൻ പറ്റൂ. അവിടെ കാൽഷ്യമാണ്. കാൽഷ്യം കഴിഞ്ഞിട്ട് ഫോസ്ഫറസ് വരത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റ് പല മിനറൽസും ഉണ്ട്. സെലേനിയം, സിങ്ക് പോലുള്ള മറ്റ് മഗ്നീഷ്യം പോലുള്ള മിനറൽസൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു ട്രേസ് എമൗണ്ടിലാണ് വരുന്നത്. ഓക്കെ, മാത്രമല്ല വി ഓൾ നോ ദാറ്റ് ഇതിപ്പോൾ മിനറൽസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, മിനറൽസ് ഓർ ആഷ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാവുന്ന മറ്റൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആണ് അല്ലേ? എല്ലാത്തരം വൈറ്റമിൻസും ഈ പറയുന്ന മിൽക്കിൽ അവൈലബിൾ ആണ് അല്ലേ? വൈറ്റമിൻ A ആയിക്കോട്ടെ, വൈറ്റമിൻ B ആയിക്കോട്ടെ, വൈറ്റമിൻ D ആയിക്കോട്ടെ, ഈവൻ വൈറ്റമിൻ Cയും Kയും തന്നെ ഒരു ട്രേസ് എമൗണ്ടിൽ നമുക്ക് മിൽക്കിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? വാട്ടർ ഈക്വൽസ് മിൽക്ക് ഈക്വൽസ് വാട്ടർ പ്ലസ് ഫാറ്റ് പ്ലസ് SNF. എന്താണ് SNF? SNF ഈക്വൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് പ്ലസ് പ്രോട്ടീൻ പ്ലസ് മിനറൽ അഥവാ ആഷ്. ഏറ്റവും പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ഏതാ? ലാക്ടോസ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ലാക്ടോസ് ആണ്, സോഴ്സ് ഓഫ് എനർജി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? കേസൻ. ഓക്കെ, അതുപോലെ തന്നെ ലാക്റ്റാൽബൂമിനുമുണ്ട്. ഇറ്റ് വിൽ സപ്ലിമെൻറ്റ് അമിനോ ആസിഡ്സ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മിനറൽ ഏതാ? മിനറൽ അഥവാ ആഷ് എന്ന് പറയുന്നത് കാൽഷ്യമാണ്. ഓക്കെ, കാൽഷ്യത്തിനേക്കാളും കുറച്ച് അളവ് കുറവാണ് എന്തിനെന്ന് പറയുന്നത്? ഫോസ്ഫറസ്. കാൽഷ്യമിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ, ബോൺ മേക്കിങ്ങിന്, ബോണിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയ ഉപകാരം ചെയ്യുന്ന ഒരു മിനറലാണ് കാൽഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ SNFനെ മറ്റൊരു പേരിലും കൂടെ വിളിക്കുന്നുണ്ട്. അതർ സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സെറം സോളിഡ്സ് എന്നറിയപ്പെടുന്ന കണ്ടന്റ് മിൽക്കിൽ എന്താണെന്ന് ചോദിച്ചു. സോളിഡ്സ് നോട്ട് ഫാറ്റ്. സോ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം, അഥവാ SNF. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മിൽക്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വാട്ടർ പ്ലസ് ഫാറ്റ് പ്ലസ് SNF അല്ലേ? ഈ ഫാറ്റിനെയും SNFനെയും കൂടെ ചേർന്ന് ഒരു പേര് വിളിക്കും. അതിനെയാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ സോളിഡ്സ് കേട്ടോ, അതും കൂടി ശ്രദ്ധിച്ചോളൂ. ഫാറ്റിനെയും അതുപോലെ തന്നെ SNFനെയും ചേർന്ന് നമ്മളൊരു ടോട്ടൽ പറയുന്നതാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കളക്റ്റീവ്ലി കോൾഡ് ആസ് ടോട്ടൽ സോളിഡ്സ്. ഇനി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. ഓക്കെ, സോ ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുള്ളതായിരുന്നു, അതായത് മിൽക്കിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് എത്രയാണെന്നുള്ളത്. ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ നമുക്ക് പല സ്പീഷീസിനും ഈ പറയുന്ന കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആണ് അല്ലേ? വാട്ടർ കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, അതുപോലെ തന്നെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, നമ്മൾ പക്ഷേ ഇവിടെ ജനറലി നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ ലാസ്റ്റ് ടൈം ആൾസോ PC ചോദിച്ചെന്താണ് ഈ പറയുന്ന മിൽക്കിൽ എത്ര, അല്ലെങ്കിൽ കൗ മിൽക്കിൽ എത്ര % വാട്ടർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായിക്കോട്ടെ, ജനറലി നമ്മൾ പറയുമ്പോൾ തന്നെയും അതിന് ഒരു എന്താ കൗ മിൽക്കുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ കൗ മിൽക്കിനെ തട്ടിച്ചുകൊണ്ടാണ് നമ്മൾ ജനറലി പഠിക്കുന്നത്. ശ്രദ്ധിക്കാം, 87.25%. അപ്പോൾ ലാസ്റ്റ് ഇയർ എക്സാമിന് എങ്ങനെയായിരുന്നു?
അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ഇതാ കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ 87.25 എന്ന് തന്നെ കാണാപ്പാടം പഠിക്കുന്നില്ല. അപ്രോക്സിമേറ്റ്ലി 87%, അതായിരുന്നു നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ കൗ മിൽക്കിനെ വെച്ചാണ് റെഫറൻസ് കൊടുക്കുന്നതെങ്കിലും അതിനോട് ഒരു സമാനമായ അല്ലെങ്കിൽ കൗ മിൽക്കിൻ്റെ ആ ഒരു കണ്ടന്റിന് സിമിലറായിട്ട് വരുന്ന സംഗതിയാണ് നമ്മളിവിടെ ജനറൽ കണക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ വാട്ടറിൻ്റെ കണ്ടന്റ് വന്നിട്ട് 87.25%. ഓക്കെ, ഇത് കൗവിൻ്റെ അല്ല, അതിനോട് ചേർന്ന് അല്ലെങ്കിൽ ജനറലായിട്ട് പറയുന്നതാണ്. കൗ മാത്രമല്ലല്ലോ, നമ്മുടെ മനുഷ്യൻ്റെ പാലിന് ഒരു സിമിലറായിട്ടുള്ള കണ്ടന്റുകൾ വരുന്ന അല്ലെങ്കിൽ ആ ഒരു കോമ്പോസിഷൻ, ആ ഒരു ഘടകം വരുന്ന മറ്റ് പാലുകൾ നൽകുന്ന ജന്തുക്കളാണ് കൗ, അതുപോലെ തന്നെ ബഫല്ലോ, എരുമ, അതുപോലെ തന്നെ ഗോട്ട് അഥവാ ആട്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇങ്ങനെ ഒരു ജനറലി ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. സോ വാട്ടറിൻ്റെ കണ്ടന്റ് ജനറലി 87.25% ആണ്. ടോട്ടൽ സോളിഡ്സിൻ്റെ കണ്ടന്റ് വന്നിട്ട് ബാക്കി 100-ൽ നിന്ന് മൈനസ് ചെയ്താൽ വി വിൽ ഗെറ്റ് 12.75%. ടോട്ടൽ സോളിഡ്സ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഫാറ്റ് പ്ലസ് SNF. ഫാറ്റിൻ്റെ കണ്ടന്റ് വന്നിട്ട് 3.8% ആണ്. SNFിൻ്റെ കണ്ടന്റ് വന്നിട്ട് 8.95%. ഇനി SNFിനെ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? SNF ഈക്വൽസ് കാർബോഹൈഡ്രേറ്റ്സ്, അത് പ്രധാനമായിട്ടും ലാക്ടോസ് ആണ്. അതുപോലെ തന്നെ പ്ലസ് പ്രോട്ടീൻ, പ്രധാനമായിട്ടും കേസിനാണ്. ഇനി അതുപോലെ തന്നെ മിനറൽസ് അഥവാ ആഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, പ്രധാനമായിട്ടും ലാക്ടോസ് തന്നെയാണ് വരുന്നത്. ഒരു ട്രേസ് എമൗണ്ടിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. സോ നമുക്കതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ലാക്ടോസ് അഥവാ കാർബോഹൈഡ്രേറ്റ് 4.8% ഉണ്ട്. പ്രോട്ടീൻ കണ്ടന്റ് വന്നിട്ട് 3.5%. മിനറൽസ് ഓർ ആഷ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാൽഷ്യവും ഫോസ്ഫറസും ആണ് മെയിൻ. ബാക്കിയുള്ളതൊക്കെ ട്രേസ് എമൗണ്ടിലാണ് വരുന്നത്, 0.65%. അപ്പോൾ ഇത് ജനറലി നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. മിൽക്കിൻ്റെ വാട്ടർ കണ്ടന്റ് എത്രയാ? 87.25. ബാക്കി വരുന്ന 12.75 എന്താ? ടോട്ടൽ സോളിഡ്സ്. ടോട്ടൽ സോളിഡ്സ് ഈക്വൽസ് എന്താ? ഫാറ്റ് പ്ലസ് SNF. ഫാറ്റ് എത്രയാണ്? ഫാറ്റിൻ്റെ കണ്ടന്റ് വന്നിട്ട് 3.8% ആണ്. ഓക്കെ, ചില പരീക്ഷകൾക്ക് ഫാറ്റിൻ്റെ കണ്ടന്റ് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 3.7 എന്ന് വന്നാൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു അപ്രോക്സിമേഷൻ ആണ്, ജനറൽ നമ്മൾ പറയുന്ന അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, SNFിൻ്റെ കണ്ടന്റ് വന്നിട്ട് 8.95. ഇനി SNFിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട് ഒളിഞ്ഞിരിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രധാനമായിട്ടും ലാക്ടോസ് 4.8%. അല്ലേ? പ്രോട്ടീൻ വന്നിട്ട് കേസിനാണ് പ്രധാനപ്പെട്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് 3.5%. ഓക്കെ, ഇനി അതുപോലെ തന്നെ മിനറൽസ് ആഷ് എന്ന് പറയുന്നത് 0.65. ഒട്ടനവധി മേജർ മിനറൽസും ഉണ്ട്, മൈനർ ആയിട്ടുള്ള മിനറൽസും ഉണ്ട്. മൈനർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സെലേനിയം, അതുപോലെ സിങ്ക്, മറ്റ് എന്താ പറയുക, അതുപോലുള്ള മെഗ്നീഷ്യം പോലുള്ള മിനറൽസൊക്കെ വളരെ ട്രേസ് എമൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്കിൻ്റെ ഒരു ജനറൽ കോമ്പോസിഷൻ അഥവാ ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന 4 പ്രധാനപ്പെട്ട ജന്തുക്കളുടെ മിൽക്ക് കോമ്പോസിഷനാണ് പഠിക്കേണ്ടത്. കൗ, ബഫല്ലോ അഥവാ എരുമ, ഹ്യൂമൻ, ഗോട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇത് തന്നെയായിരുന്നു. നമ്മൾ എന്താ ജനറലി നമ്മൾ എത്രയാണ് മിൽക്കിൻ്റെ വാട്ടർ കണ്ടന്റ് പഠിച്ചിരിക്കുന്നത്? 87.25. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞത് എന്താ? സോ അതിന് ആ ഒരു ജനറൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൗ മിൽക്കുമായിട്ട് സിമിലാരിറ്റി അല്ലെങ്കിൽ അതിന് ഒരു സാമ്യം ഉണ്ടാകുന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ കൗ മിൽക്കിൻ്റെ സെയിം സാധനമല്ല ജനറലി എടുത്തിരിക്കുന്നത്, എന്നാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൗ മിൽക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം കൗ മിൽക്കിലെ വാട്ടർ കണ്ടന്റ് 87.2 ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടേബിൾ നമ്മൾ കാണാപ്പാഠം പഠിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കൗ മിൽക്ക്, ഫോർ എക്സാമ്പിൾ കൗ മിൽക്കിൽ വാട്ടർ കണ്ടന്റ് എത്രയാണെന്നായിരുന്നല്ലോ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ. അപ്രോക്സിമേറ്റ്ലി 87% എന്ന് പറയുന്നു. ഓക്കെ, അതർ ദാൻ വാട്ടർ, കൗ മിൽക്കിലുള്ള ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് ഏതാണ്? നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? അതർ ദാൻ വാട്ടർ കൗ മിൽക്കിൽ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? സി, ഫാറ്റ് വന്നിട്ട് 4.0 ആണ് അല്ലേ? 4% ആണ് ഫാറ്റ് വന്നിട്ട്. ലാക്ടോസ് വന്നിട്ട് 4.7% ആണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതർ ദാൻ വാട്ടർ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർ എന്ന് പറയുന്നത് മിൽക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻ്റ് അല്ല. ഓക്കെ, അത് ഒരു മിൽക്കിൻ്റെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റും
പ്രോട്ടീനൊക്കെയാണ് പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അതാണല്ലോ ഏറ്റവും ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് തന്നെ അല്ലേ. നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റും ഈ പറയുന്ന പ്രോട്ടീൻസൊക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ ഫാറ്റ്, ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്വൻ്റ് എന്ന് പറയുന്നത്. പ്രൈമറി കോൺസ്റ്റിറ്റ്വൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വാട്ടർ വരുന്നില്ല, ഫാറ്റ്, ലാക്ടോസ് അഥവാ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മേജർലി കേസിനാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു ടേബിൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കൗ മിൽക്കിൽ വാട്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടൻ്റ് ഉള്ളത് ഏതിനാണ്? ലാക്ടോസിനാണ്. ഇതേ സെയിം സംഗതി നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഹ്യൂമൻ്റെ കാര്യത്തിൽ നോക്കിയേ, 87.4 ഹ്യൂമൻ്റെ കാര്യത്തിലും വാട്ടർ കണ്ടൻറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ള കണ്ടൻറ്റ് ഏതാ, ഇൻഗ്രീഡിയൻ്റ് ഏതാ? സ്വാഭാവികമായിട്ട് ലാക്ടോസ് 6.8. കണ്ടോ? അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും പശുവിൻ പാലിനോടൊരു താല്പര്യം. കാരണം നമ്മൾ കുടിച്ച് വളർന്ന് ജനിച്ച് വളർന്ന് നമുക്ക് കിട്ടിയ പാല്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിന് കൂടുതൽ ഉചിതമാകുന്ന പാലെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ മിൽക്ക് കണ്ടൻറ്റിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന അല്ലേ, വാട്ടർ കണ്ടൻറ്റിൻ്റെ അത്രയും വരുന്നില്ലേ. ഇനി ലാക്ടോസ് ഇവിടെ 4.7 ആണ്, ഇവിടെ 6.8 ആണ്. പക്ഷേ ഈ പറയുന്ന കൗ മിൽക്കായാലും ഹ്യൂമൻ മിൽക്കായാലും വാട്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? ലാക്ടോസ് ആണ്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം വന്നേക്കാം, ദ പ്രൈമറി കോൺസ്റ്റിറ്റ്വൻറ്റ് പ്രസൻറ്റ് ഇൻ ദി കൗ മിൽക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ വാട്ടർ കൊടുക്കരുത്. വാട്ടർ ഈസ് നോട്ട് എ പ്രൈമറി കോൺസ്റ്റിറ്റ്വൻറ്റ്. ഓക്കെ, പ്രൈമറി കോൺസ്റ്റിറ്റ്വൻറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാ? ഫാറ്റ്, ലാക്ടോസ്, പ്രോട്ടീൻ. ഓക്കെ, ഫാറ്റ്, ലാക്ടോസ്, പ്രോട്ടീൻ. അതിൽ ഈ പറയുന്ന കൗവിൻ്റെ ആയാലും ഹ്യൂമൻ്റെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ ഏതാണ്? സ്വാഭാവികമായിട്ടും ലാക്ടോസ് തന്നെയാണ്. എന്താ ലാക്ടോസ്? അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. എന്താ അത്? എനർജി, ഊർജത്തിൻ്റെ ഉറവിടമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരെ തിരിച്ച ബഫലോയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. ബഫലോയിൽ വാട്ടർ കണ്ടൻറ്റ് വന്നിട്ട് 83.5 ആണ്. നമ്മൾ എപ്പോഴും എരുമപ്പാൽ നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാര്യം കൊഴുപ്പ് കൂടിയ പാലായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ബഫലോയിൽ 83.5% വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും, 7.2% ഫാറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഓരോ കണക്കും അതേപോലെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. വാട്ടർ കണ്ടൻറ്റ് എത്രയാണ്? സാധാരണ രീതിയിൽ ജനറലി 87.25. ഇതിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഹ്യൂമനും കൗവും മാത്രമാണ്, അപ്രോക്സിമേറ്റ്ലി 87. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് കൗവിലായാലും ഹ്യൂമനിലായാലും ലാക്ടോസ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈമറി കോൺസ്റ്റിറ്റ്വൻറ്റിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ ലാക്ടോസ് എന്ന് പറയാം. നേരെ തിരിച്ച് ബഫലോയുടെ കാര്യത്തിൽ 83.5% ആണ് വാട്ടർ കണ്ടൻറ്റ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് ലാക്ടോസ് അല്ല, ഫാറ്റാണ്, കൊഴുപ്പാണ്. സോ പ്രൈമറി കോൺസ്റ്റിറ്റ്വൻറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഫലോ മിൽക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാം ഫാറ്റ് ആണെന്നുള്ളത് 7.2. ജസ്റ്റ് ഗോട്ടും കൂടെ നോക്കുക. ഗോട്ട് അധികം ചോദിച്ചിട്ടില്ല, 86.9% വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്തിരി ഒന്ന് നമുക്ക് എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ എവിടെ പറ്റത്തുള്ളൂ? കൗ, ബഫലോ ആൻഡ് ഹ്യൂമൻസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കോളൂ. ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ സിമ്പിൾ എക്സാം ബേസിൽ നമുക്ക് വന്നിട്ടില്ല, ബട്ട് യു ക്യാൻ അനലൈസ് ഇറ്റ്. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഞാൻ PDF ആയിട്ട് തരുന്നുണ്ട്, അനലൈസ് ചെയ്താൽ മതി. തത്വത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത്ര മാത്രം. ഫാറ്റ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള മിൽക്ക് ഈ 4-ൽ ഏതാണ്? സ്വാഭാവികമായിട്ടും ബഫലോ മിൽക്കാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഹ്യൂമൻ മിൽക്കും മറ്റ് കൗ മിൽക്ക് അതുപോലെ തന്നെ ബഫലോയും ഗോട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? കാരണം ദേ ഓൾ ഐഡിയലി മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആസ് ലിക്വിഡ് മിൽക്ക് ഓർ ഇറ്റ്സ് പ്രോഡക്ട്സ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളിതൊന്ന് നോക്കിക്കോളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണോ എന്ന് നോക്കണം. നമുക്ക് ഒരു കൗ മിൽക്ക് എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ചില സമയങ്ങളിലെല്ലാം നമുക്ക് ഇപ്പോൾ പശുവിൻ പാല് വീട്ടിൽ വരുത്തുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലായ്പ്പോഴും പാലിൻ്റെ കട്ടി ഒരേപോലെ ആയിരിക്കണമെന്നില്ല. കൊഴുപ്പ് കുറയുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും
അതല്ലേ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു കൊഴുപ്പ് മാറ്റി അത് മറ്റേ എന്താ പറയുക ബട്ടറോ അല്ലെങ്കിൽ മറ്റേ ചീസോ കടയാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് കൊഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളത്തിൻ്റെ അംശം കൂടുതൽ. അപ്പോൾ നമുക്ക് തോന്നും ഇത്തവണ ലിറ്റർ തയ്ക്കാനായിട്ട് അയാൾ വെള്ളം ഒഴിച്ചോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു കൗ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷാൾ കണ്ടെയ്ൻ not less than 8.5% of SNF and not less than 3.5% of milk fat. ഇതാണ് എന്താണ് ലീഗലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കണക്കെന്ന് പറയുന്നത്. SNF 8.5% കുറയാൻ പാടില്ല. നോക്കിയേ, കൗവിൻ്റെ കാര്യത്തിൽ 8.8 ഉണ്ട്, കണ്ടോ. അതുപോലെ തന്നെ മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് എന്താ 3.5% കുറയാൻ പാടില്ല. നോക്കിക്കേ 4.0 ഉണ്ട്. അതേപോലെ തന്നെ ബഫല്ലോ മിൽക്കിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് SNF 9% കുറയാൻ പാടില്ല. ബഫല്ലോയുടെ കാര്യത്തിൽ നോക്കിയേ 9.3 ഉണ്ട്. അതുപോലെ തന്നെ മിൽക്കിലുള്ള ഫാറ്റ് എന്ന് പറയുന്നത് 6.0 കുറയാൻ പാടില്ല അല്ലേ, അത് 7.2 ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 4 പേരിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടന്റ് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയാം ബഫല്ലോയ്ക്കാണ്. ഏറ്റവും കൂടുതൽ ലാക്ടോസ് കണ്ടന്റ് ഉള്ളത് ഏതെന്ന് ചോദിച്ചാൽ ഹ്യൂമനാണ് അല്ലേ, ഹ്യൂമൻ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പാലിൻ്റെ ഘടനയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത ചോദിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന നമ്മുടെ പാലിൻ്റെ ഘടന. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായിട്ടൊക്കെ വന്നിരിക്കാം. നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കൊഴുപ്പിൻ്റെ കാര്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി കോമ്പോസിഷൻ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കൗ മിൽക്കിൻ്റെ കാര്യത്തിൽ പഠിച്ചില്ലേ, ഇത്തരത്തിലുള്ള കോമ്പോസിഷൻ, ഇത്ര ഫാറ്റ്, ഇത്ര പ്രോട്ടീൻ, ഇത്ര ലാക്ടോസ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 ആനിമൽ ഫാക്ടേഴ്സ് ആണ്. നമ്പർ 2 എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ്. നമ്പർ 3 മിസ്ലേനിയസ് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്പർ 1 നമുക്ക് ആദ്യം നോക്കാം ജനറ്റിക്സ്, സെക്കൻഡ് 1 സ്പീഷ്യസ്, തേർഡ് 1 ബ്രീഡ്, ഇൻഡിവിജ്വൽ കൗ ഫോർത്ത് 1, ഫിഫ്ത്ത് 1 ലാക്ടേഷൻ പീരീഡ്. അപ്പോൾ ആദ്യം നമുക്ക് ആനിമൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ജനറ്റിക് ആണ്. Milk composition is basically inherited by genes and hence through proper planning of breeding this factor can be modified. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മിൽക്കിൻ്റെ ഘടനയുടെ അടിസ്ഥാനം തന്നെ ആ ഒരു ജന്തുവിൻ്റെ ജീൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക പ്രോപ്പർ പ്ലാനിങ് ഓഫ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ പ്രജനനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്രീഡിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് നമുക്ക് ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ജനറ്റിക്സിലൊക്കെ ജീൻസിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി ഈ രീതിയിലുള്ള മിൽക്കിൻ്റെ കോമ്പോസിഷനിൽ വ്യതിയാനങ്ങൾ വരുത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ജന്തുവിൻ്റെ ജീനിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ജന്തുവിൻ്റെ ജീനിൽ നമ്മൾ നടത്തുന്ന പലതരത്തിലുള്ള പ്രജനന പരിഷ്കാരങ്ങൾ ആ ജന്തുവിൻ്റെ പാലിൻ്റെ ഘടനയെ എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുന്നു. അതാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് 1 എന്ന് പറഞ്ഞാൽ സ്പീഷ്യസ് ആണ്. മിൽക്ക് കോമ്പോസിഷൻ വേരീസ് ബിറ്റ്വീൻ സ്പീഷ്യസ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. ഈ പറയുന്ന കൗവിനുള്ള മിൽക്ക് കോമ്പോസിഷൻ അല്ല ബഫല്ലോയുടെ കാര്യത്തിൽ. കൗവിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രൈമറി കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. നേരെ ബഫല്ലോയിലാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഫാറ്റ് കണ്ടൻ്റ് ആണ് അല്ലേ. ദ ഫാസ്റ്റർ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ദ മോർ കോൺസെൻട്രേറ്റഡ് ആർ ദി മിൽക്ക്. ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, അവരുടെ വളർച്ച, സ്പീഷീസിൻ്റെ വളർച്ച വലുതാകും തോറും മിൽക്കിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ഈ പറയുന്ന കോൺസെൻട്രേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം കുറവുള്ള, ഡൈല്യൂട്ടഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കൂട്ടിയ എന്ന അർത്ഥത്തോടു കൂടി. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഗ്രോത്ത് കൂടും തോറും എന്ത് സംഭവിക്കും, ഈ റേറ്റ് ഓഫ് ഗ്രോത്തിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഫാസ്റ്റർ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈ പറയുന്ന നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, കട്ടി കൂടിയ മിൽക്ക് ആയിരിക്കും എന്നാണ് സ്പീഷ്യസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ദ തേർഡ് 1 എന്ന് പറയുന്നത് ബ്രീഡ്. ഓക്കെ, നമുക്ക് പലതരം ബ്രീഡ്സ് ഉണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പശുക്കളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അറിയാം, എക്സോട്ടിക് ബ്രീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നാടൻ ഇന്ത്യൻ ബ്രീഡ്സും ഉണ്ട് അല്ലേ.
So there are several breeds in domestic animals which are reared exclusively for milk production. Breeds with the largest milk yield may have milk with a lower fat person. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. അതായത് ബ്രീഡ്സ് വിത്ത് ദി ലാർജസ്റ്റ് മിൽക്ക് ഈൽഡ്, അതായത് ഈ പറയുന്ന മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ മിൽക്ക് തരുന്ന ഏറ്റവും ഒരുപാട് ഇപ്പോൾ കൗസിൽ തന്നെ പലതരം ബ്രീഡുകളുണ്ട്. ജേഴ്സി പശു ഉണ്ടാവാം, അതുപോലെ തന്നെ ഈ പറയുന്ന ഹോൾസ്റ്റൈൻ ഉണ്ടാവാം, അതുപോലെ തന്നെ അയർഷെയർ ഉണ്ടാവാം, ഇനി നമ്മുടെ റെഡ് സിന്ധി പശു ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് അതായത് കൗവിൽ തന്നെ ഡിഫറെൻറ്റ് ബ്രീഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പാല് നൽകുന്ന ആ പറയുന്ന പശു ഒരു പക്ഷേ ഏറ്റവും ആ പശുവിൻ പാലിൽ ഏറ്റവും കുറവ് ഫാറ്റ് ആയിരിക്കാം എന്നുള്ള ഒരു ഫാക്റ്റാണ് നമ്മളിവിടെ സ്റ്റാർ ചെയ്ത് വെക്കേണ്ടത്. എന്താണ്? സോ ഇത് പലപ്പോഴും തെറ്റും. ബ്രീഡ്സ് വിത്ത് ദി ലാർജസ്റ്റ് മിൽക്ക് ഈൽഡ്, ഏറ്റവും കൂടുതൽ പാല് തഴുന്ന ഏത് പശു ആയിക്കോട്ടെ, പശുവിൻ്റെ ബ്രീഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബഫലോയുടെ ബ്രീഡ് ആയിക്കോട്ടെ, അതിൽ എന്ത് സംഭവിക്കും? ഫാറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഈ പറയുന്ന ബ്രീഡുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യതിയാനങ്ങളിൽ ഏറ്റവും വലിയ വേരിയേഷൻ സംഭവിക്കുന്നത് ഫാറ്റിൻ്റെ കാര്യത്തിലാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ പറയുന്ന പല ഫാക്ടേഴ്സും ഈ പറയുന്ന പല ഫാക്ടേഴ്സും കാരണം മിൽക്കിൻ്റെ കോമ്പോസിഷൻ മാറി വരുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഗ്രേറ്റസ്റ്റ് വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫാറ്റിൻ്റെ കാര്യത്തിലാണ്. ഫാറ്റാണ് ഒരു ഡെയിലി വേരിയേഷൻ വരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഡെയിലി നമ്മൾ ഇന്നൊരു പശുവിൻ്റെ പാല് കറന്നു, നാളെ കറക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫാറ്റ് കണ്ടൻറ്റ് ആയിരിക്കത്തില്ല ഒരുപക്ഷെ നാളത്തെ ഫാറ്റ് കണ്ടൻറ്റ്. അതായത് ഒരു ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെയിലി നമ്മൾ പശുവിൻ്റെ പാല് കറന്ന് അത് കൃത്യമായിട്ട് ഫാറ്റ് ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കല്ലായിരിക്കാം നാളത്തെ കണക്ക്. അതായത് വേരിയേഷൻ കൃത്യമായിട്ട് വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടാൻ സാധിക്കുന്ന ഒരു കണ്ടൻറ്റാണ് ഫാറ്റ് എന്ന് പറയുന്നത് മിൽക്കിൻ്റെ കാര്യത്തിൽ. അത് ഈ കൗ മിൽക്ക് ആയിക്കോട്ടെ, ബഫല്ലോ മിൽക്ക് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഫാറ്റ് ഈസ് ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് വിച്ച് ഗെറ്റ്സ് അഫക്റ്റഡ് ദി മോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില പ്രധാനപ്പെട്ട എക്സോട്ടിക് ബ്രീഡ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേരുകൾ ഒന്ന് ഹോൾസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു എക്സോട്ടിക് ബ്രീഡാണ്. ഇതെല്ലാം എക്സോട്ടിക് ബ്രീഡാണ്. നെതർലാൻഡ്സിൽ നിന്നും അത് നമ്മൾ ഏതോ ഒരു പരസ്യത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അതായത് ഈ കറുത്ത പൊട്ടും, അത് വെള്ള പശു, അതിൽ കുറേ കറുത്ത പൊട്ട്. ഓക്കെ, വലിയ കറുത്ത പൊട്ട്, അതാണ് ഹോൾസ്റ്റോ കൗസ് എന്ന് പറയുന്നത്. നെതർലാൻഡാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ സ്വിസ് അതിൽ തന്നെ ഉണ്ട്, ബ്രൗൺ കളറാണ്, സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇനി അയർഷെയർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ഒറിജിനാണ് കേട്ടോ, ബ്രിട്ടീഷ് ഒറിജിനാണ്. അതുപോലെ തന്നെ ജേഴ്സി പശുവും ഈ പറയുന്ന ബ്രിട്ടീഷ് ഒറിജിൻ തന്നെയാണ്. അതുപോലെ തന്നെ അവസാനത്തെ ഗൊൻസെ എന്ന് പറയുന്ന ബ്രീഡും എന്താണ്, ഇത് ലാസ്റ്റ് മൂന്നും UK ബ്രീഡാണ് കേട്ടോ, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ, അതിൽ നിന്നാണ് ഒറിജിൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാം, ഈ പറയുന്ന എക്സോട്ടിക് കൗസ് ഡിഫറെൻറ്റ് ബ്രീഡാണല്ലോ. കൗ ആണ് ഡിഫറെൻറ്റ് ബ്രീഡ്. അപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന കോമ്പോസിഷൻ വ്യതിയാനങ്ങൾ കണ്ടോ. സോ ഹോൾസ്റ്റോൺ ആണെങ്കിൽ ഫാറ്റ് വന്നിട്ട് 3.55%. അതുപോലെ ജേഴ്സി പശുവിനാണെങ്കിൽ 5.8. അതായത് ജേഴ്സി പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള എക്സോട്ടിക് കൗ ആണ് ജേഴ്സി പശു അല്ല. മിക്കയിടങ്ങളിലും ജേഴ്സി പശുവിനെയാണ് വാങ്ങുന്നത്. കാരണം എന്താണ്, 5.18% ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. നല്ല കൊഴുപ്പുള്ള നല്ല അടിപൊളി മിൽക്കാണ് ജേഴ്സി പശു നൽകുന്നത്. അപ്പോൾ എല്ലാവരും ജേഴ്സി പശുവിലേക്ക് പോകും. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ അത്യാവശ്യം നന്നായിട്ട് വളരുകയും വലിയ ചിലവും ഉണ്ടാകത്തില്ല. ബാക്കിയുള്ള പശുക്കളെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ചിലവ് വരുന്നില്ല. ചില ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ രാവിലെയൊക്കെ പശുവിനെ നിങ്ങൾ കറന്ന് കാണത്തില്ല, പക്ഷേ രാവിലെ ഒരു പശുവിനെ രാവിലെ കറക്കുകയാണ്. പശുവിൻ്റെ ആദ്യത്തെ പാലിൽ കൂടുതലും വെള്ളമായിരിക്കും, ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഒരു പശുവിനെ രാവിലെ അല്ലെങ്കിൽ പശുവിൻ്റെ ആദ്യ കറക്കലിൽ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. ദാറ്റ് മീൻസ് 4 മിൽക്ക് എന്ന് പറയും. അതിനെ നമ്മൾ ആദ്യത്തെ മിൽക്ക് അല്ലെങ്കിൽ 4 മിൽക്ക് എന്ന് പറയും. 4 മിൽക്കിൽ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. എൻഡ് മിൽക്ക്, അതായത് നമ്മൾ കൈകൊണ്ട് കറന്നെടുത്ത് അതിന് നമ്മൾ പറയുന്നത് ഹാൻഡ് സ്ട്രിപ്പിംഗ്. അപ്പോൾ ഈ അവസാനം കിട്ടുന്ന പാലിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കറന്നെടുക്കുന്ന പാല് കൂടുതലും
വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നാൽ അതങ്ങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ശേഷമുള്ളത് നമ്മൾ കറന്നെടുക്കും. അപ്പോൾ വെള്ളം കൂടുതലുള്ള പാല് എന്ത് ചെയ്യും, വീട്ടാവശ്യങ്ങൾക്ക് എടുത്തിട്ട് ബാക്കിയുള്ള പാല് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന രീതിയാണ് പതിവാണ് ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പശുവിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മൃഗവും ആയിക്കോട്ടെ, നമ്മൾ ആദ്യം കറക്കുന്ന പാൽ, ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ആദ്യം രാവിലെ കറക്കുന്ന പാലിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഉള്ളത് ഏതാണ്? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വാട്ടർ കണ്ടൻ്റാണ്. ചോദ്യം അങ്ങനെയല്ല, ഫാറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും. പോകെ നമ്മൾ കറന്നെടുത്ത് എൻഡ് മിൽക്ക് ആകുമ്പോഴേക്കും ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പലരും എന്താണ് ഈ പറയുന്ന പശുവിന് ഫാറ്റ് കണ്ടൻറ്റ് കൂടാനായിട്ട് കടലപ്പിണ്ണാക്ക് കൊടുക്കാറുണ്ട്. ശരിക്കും കടലപ്പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് കണ്ടൻറ്റ് കുറയും. അതിന് പകരം തേങ്ങാ പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഈ ശുദ്ധജലത്തിലൊക്കെ വളരുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, അതും ഒരു അതർ സ്റ്റേറ്റ് പരീക്ഷയിൽ ചോദിച്ചതാണ്. അസോള എന്ന് പറയും. അസോള ഒരു സസ്യമാണ്, ഒരു പച്ച ഇനം സസ്യമാണ്. അത് കൊടുത്താലും ഈ പറയുന്ന പശുക്കൾക്ക് ഫാറ്റ് കണ്ടൻറ്റ് കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഫാക്ടേഴ്സ് അല്ലേ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി മിൽക്ക് കോമ്പോസിഷൻ. ഒന്ന് ജനറ്റിക്, ജീൻ മാറ്റങ്ങൾ ഈ പറയുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മിൽക്ക് കോമ്പോസിഷനും മാറി വരുന്നു. രണ്ടാമത്തെ കാര്യം സ്പീഷ്യസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൗവിനുള്ള കോമ്പോസിഷൻ അല്ല ബഫലോയ്ക്കുള്ളത്. മാത്രമല്ല വളരും തോറും, അതായത് ദ ഫാസ്റ്റർ ദ റേറ്റ് ഓഫ് ഗ്രോത്ത്, ആ ഒരു വളർച്ചയുടെ റേറ്റ് കൂടും തോറും മിൽക്കിൻ്റെ കട്ടിയും കൂടും അല്ലേ. മിൽക്കിൻ്റെ കട്ടി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ അംശം കുറയുന്നു, ഫാറ്റ് കൊഴുപ്പ് കൂടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, കൊളസ്ട്രത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. കൊളസ്ട്രം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു പശു പ്രസവിച്ച് അല്ലെങ്കിൽ ആ പശു പ്രസവിച്ച് ആദ്യത്തെ 3-4 ദിവസം, ആദ്യത്തെ 3-4 ദിവസം ഉള്ള പാലിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോം ഓഫ് ബ്രസ്റ്റ് മിൽക്ക്. അത് വളരെ തിക്കായിരിക്കും, അത് വളരെ വിസ്കസ് ആയിരിക്കും. ഈ പറയുന്ന പശുക്കുഞ്ഞിന് കൊടുക്കാനുള്ള അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം മാറിയിട്ട് നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ഒരു പശുവിനെ രാവിലെ കറക്കാൻ പോവുകയാണ്. രാവിലെ കിട്ടുന്ന പാലെന്ന് പറയുന്നത് 4 മിൽക്ക് അല്ലേ. ആദ്യത്തെ പാലെന്ന് പറയുന്നത് 4 മിൽക്കാണ്. 4 മിൽക്കിൽ എന്ത് കുറവായിരിക്കും? ഫാറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും. പോകെ നമ്മൾ ഹാൻഡ് സ്റ്റിപ്പിംഗ് ചെയ്യാണ്, അല്ലെങ്കിൽ ഹാൻഡ് മിൽക്ക് എന്ന് പറയും, കറന്നെടുക്കുകയാണ്. ഓക്കെ, എൻഡ് മിൽക്കിൽ നമുക്ക് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിട്ട് കിട്ടും. ഈ ഫാക്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ഇതിൽ ഏതാ ശരി എന്ന് ചോദിക്കാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, മിക്ക പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഫാറ്റ് കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നേച്ചുറലായിട്ട് നമുക്ക് മറ്റ് ഡ്രഗ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടുള്ള ഡ്രഗൊക്കെ ഉണ്ട്. ബട്ട് ഫോർ എക്സാമ്പിൾ ബോവൈൻ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പശുവിൽ നിന്ന് എന്താ പറയുക, ധാരാളം പാല് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു ചെറിയ അളവിൽ നമുക്ക് ഫാറ്റ് കണ്ടൻറ്റും കൂട്ടാൻ പറ്റും. ഞാനിവിടെ പറയുന്നത് നാച്ചുറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തേങ്ങാ പിണ്ണാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നല്ല ഫ്രഷ് വാട്ടറിൽ വന്നിട്ടുള്ള ഒരു സസ്യമുണ്ട്, ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഒരു സസ്യം, അതാണ് അസോള എന്ന് പറയുന്നത്. അസോള പറിച്ചു കൊടുത്താലും അവറ്റകൾ കഴിച്ചോളും, ഫാറ്റ് കണ്ടൻറ്റ് കൂടും. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്രീഡ്സ് ഏത് രാജ്യത്തൊന്നും ചോദിക്കത്തില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ടേബിളൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ. ഹോൾസ്റ്റോ, അതുപോലെ തന്നെ ബ്രൗൺ സ്വിസ്, അയർഷെയർ, ജേഴ്സി പശുവാണ് നമ്മുടെ ഭാരതീയർക്ക് ഏറ്റവും പ്രിയം, എക്സോട്ടിക് ബ്രീഡിൽ ഏറ്റവും പ്രിയം. ഓക്കെ, ഇനി അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇന്ത്യൻ ബ്രീഡിലേക്ക് വരികയാണ് കേട്ടോ. ഇന്ത്യൻ ബ്രീഡ് നോക്കിയേ, ഗിർ എന്ന് പറയുന്നത് തന്നെ ഉണ്ട്. എവിടെയാ ഗിർ വനങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഗുജറാത്തിലാണ് അല്ലേ. അപ്പോൾ ഗിർ എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്ന് ഒറിജിനാണ്. ബാക്കി നമ്മുടെ നാട്ടിൽ ഏറ്റവും ഇന്ത്യൻ ബ്രീഡിൽ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് സിന്ധി പശുവാണ്, റെഡ് സിന്ധി പശു. അതുപോലെ തന്നെ സാഹിവാൽ, തർപ്പാർക്കർ, പിന്നെ ക്രോസ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 1-2 ബ്രീഡിനെ ക്രോസ് ചെയ്ത് എടുക്കുന്ന ഒരു സംഗതിയാണ്. വ്യത്യസ്തമായ 2 ബ്രീഡുകളെ ക്രോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ റെഡ് സിന്ധി, സാഹിവാൽ, തർപ്പാർക്കറൊക്കെ ഇന്ത്യൻ ബ്രീഡാണ്. പക്ഷേ അവയുടെയൊക്കെ ഒറിജിൻ പാകിസ്ഥാനിലാണ്. അതായത് പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ പാകിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന ശരിക്കും ഇന്ത്യൻ ഒറിജിനാണ്. ബട്ട് ഈ പറയുന്ന ബ്രീഡുകളൊക്കെ വന്നിരിക്കുന്ന ഇടങ്ങൾ ഇന്നിപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമാണ്.
ഓക്കെ, ഈ റെഡ് സിന്ധി ആയിക്കോട്ടെ, ഒരു ബലൂചിസ്ഥാൻ, സിന്ധ് പ്രാവിശ്യ എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ സിന്ധ് പ്രൊവിൻസ് എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാൻ്റെ ഭാഗമാണ്. ബലൂചിസ്ഥാൻ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ സാഹിവാൽ പാകിസ്ഥാൻ സ്ഥലമാണ്. തർപ്പാർക്കർ ഇതൊക്കെ എവിടെ നിന്നാണ്? ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യൻ ബ്രീഡായിട്ടാണ് നമ്മൾ കാണുന്നത്, കാരണം പണ്ട് മുതലേ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് സിന്ധി പശു നമ്മുടെ ഇന്ത്യൻ ബ്രീഡിൽ ഭാരതീയർക്ക് പ്രിയമെന്ന് പറഞ്ഞു. കാരണം കണ്ടോ, 4.9% ഫാറ്റ് ഉണ്ട്. ഫാറ്റ് കണ്ടൻറ്റ് കൂടിയ പശുവിനെയാണ് ആവശ്യം. അതുകൊണ്ടാണ് എക്സോട്ടിക് ബ്രീഡിൽ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു ഇതാണ് ജേഴ്സി പശു അല്ലേ. ബ്രിട്ടൻ ഇതാണ്, ബ്രിട്ടീഷ് അല്ലെങ്കിൽ UK ഇതാണ്. ഇനി അതുപോലെ തന്നെ റെഡ് സിന്ധി പശു ആണെങ്കിലോ ഇന്ത്യൻ ഒറിജിൻ, ബട്ട് ഇപ്പോൾ പാകിസ്ഥാനിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബഫല്ലോയുടെ ബ്രീഡുകളൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ബഫല്ലോയുടെ ബ്രീഡുകൾ 3 ബ്രീഡുകൾ. ഒന്ന് മുറ ബ്രീഡിനെ വേറൊരു പേരും കൂടെ വിളിക്കാറുണ്ട്. ബഫല്ലോ എന്ന് പറഞ്ഞാൽ എന്താ? എരുമയാണ്. എരുമപ്പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താ? വാട്ടർ കഴിഞ്ഞാൽ ഫാറ്റാണ് അല്ലേ. മാത്രമല്ല ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ദ പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻറ്റ് പ്രസൻറ്റ് ഇൻ ദി ബഫല്ലോ മിൽക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വാട്ടർ എന്ന് കൊടുക്കരുത്, പകരം എന്താണ്? ഫാറ്റ്. കാരണം പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്, ലാക്ടോസ്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? പ്രോട്ടീൻ. ഇത് 3ഉമാണ് പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് നമ്മൾ മിൽക്കിൽ പറയുന്നത്. ഓക്കെ, സോ മുറ ബ്രീഡ് എന്ന് പറയുന്നത് ഗിർ ബ്രീഡ് എന്ന് പറയാറുണ്ട്. ഗിർ ഓക്കെ, ഗുജറാത്തിലെ ഒരു ബ്രീഡാണ്. പിന്നെ അതുപോലെ തന്നെ മുറ ബ്രീഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ, പഞ്ചാബിലും ഹരിയാനയിലും കാണപ്പെടുന്നത് കേട്ടോ. പഞ്ചാബ് ഹരിയാന ഭാഗങ്ങളിൽ അവിടുത്തെ ഒത്തിരി നല്ല കാണാൻ തന്നെ നല്ല സൈസ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഓക്കെ, മുറ ബ്രീഡ് പഞ്ചാബ് ഹരിയാന ഒറിജിനാണ്. ജാഫ്രാബാദിയാണ് ഗീർ ബ്രീഡ് എന്ന് അറിയപ്പെടുന്നത്. ജാഫ്രാബാദി ഗുജറാത്തിൽ നിന്നാണ്, ഗുജറാത്ത് റീജിയനിൽ നിന്നാണ് അത് വരുന്നത്. സുർത്തിയും ഗുജറാത്ത് ഒറിജിനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടന്റ് ഉള്ളത് ഏതിനാണ്? സുർത്തി ബഫല്ലോ ബ്രീഡിനാണ് കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ ആദ്യം ഈ ടേബിൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചോദ്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ഫാക്ടർ എന്താണ്? ഈ പറയുന്ന മിൽക്കിൻ്റെ കോമ്പോസിഷനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിവിജ്വാലിറ്റി ഓഫ് ആൻ ആനിമൽ. ഒരു ആനിമലിൻ്റെ ഇൻഡിവിജ്വാലിറ്റി, ആ ആനിമലിൻ്റെ ക്യാരക്ടർ. ഓക്കെ, ചിലപ്പോൾ ഒരു 5-6 പശു ഉണ്ടാവും. അതിലൊരു പശു ചിലപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? 5 ജേഴ്സി പശു ആണെന്ന് വിചാരിക്കുക. അതിലൊരു പശു ബാക്കി 4 പശുക്കളെക്കാൾ അപേക്ഷിച്ച് കൂടുതൽ പാല് നൽകുന്നു. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സിന് ഇവിടെ പ്രാധാന്യം നൽകപ്പെടുന്നുണ്ട്. ഇതും ഒരു കാരണമായി വരുന്നുണ്ട്. എ കൗ ക്യാൻ സെക്രീറ്റ് മിൽക്ക് അപ് ടു 8% ഓഫ് ദെയർ ബോഡി വെയ്റ്റ്. ശ്രദ്ധിക്കണം, എ കൗ ക്യാൻ സെക്രീറ്റ് മിൽക്ക് ഡെയിലി അപ് ടു 8% ഓഫ് ദെയർ ബോഡി വെയ്റ്റ്. അവരുടെ ബോഡി വെയ്റ്റിൻ്റെ 8% വെയ്റ്റ് വരുന്ന രീതിയിൽ തന്നെ ഡെയിലി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവയ്ക്ക് ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ ബേസ് ചെയ്തിരിക്കുന്നു, അവരുടെ ക്യാരക്ടറിസ്റ്റിക്കിനെ ബേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, മനുഷ്യർക്കുള്ള പോലെ തന്നെയാണ് മൃഗങ്ങൾക്കും. ഇനി അടുത്തത് ആനിമൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആനിമൽ ഫാക്ടേഴ്സിൻ്റെ 5ാമത്തെയും ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാക്ടേഷൻ പീരീഡ് ആണ്. ലാക്ടേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മുലയൂട്ടൽ കാലഘട്ടമാണ് ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ലാക്ടേഷൻ നമ്പർ ആൻഡ് ഈസ് മാക്സിമൈസ്ഡ് ഇൻ ദി 4th or 5th ലാക്ടേഷൻ. ഓക്കെ, സോ മുലയൂട്ടൽ തുടങ്ങുന്ന സമയത്ത് പാല് വളരെ കുറവായിരിക്കും. തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് 4th ഉം 5th ലാക്ടേഷൻ ആകുമ്പോഴേക്കും പാല് നല്ല ശറപറാന്ന് വന്നോളും. ഓക്കെ, ദിസ് ഈസ് എ റിസൾട്ട് ഓഫ് ദി ഇൻക്രീസിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് സൈസ് ഓഫ് അഡ ആൻഡ് ദ ഇൻക്രീസ് ഇൻ ബോഡി സൈസ് ഓവർ ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് ലാക്ടേഷൻ ആനിമൽ. അതായത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുലയൂട്ടൽ തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന പശുവിൻ്റെ അകിട് ചെറുതായിരിക്കാം. അത് പിന്നെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും പശുവിൻ്റെ അകിടാണ് അഡ എന്ന് പറയുന്നത്, അത് വലുതായി വരും. ആ വലുതായി വരുന്നതിനനുസരിച്ച് അത്രയും പാല് സ്റ്റോർ ചെയ്യാനും സംഭരിച്ചു വയ്ക്കാനുള്ള ഒരു ശേഷി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ലാക്ടേഷൻ പീരീഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മുലയൂട്ടൽ കാലാവധി കൂടുന്തോറും പശുവിന് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പശുവിൽ നിന്ന് കിട്ടുന്ന മിൽക്ക് ഈൽഡ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിരിക്കും കേട്ടോ. അതാണ് മറ്റൊരു ഫാക്ടർ. അപ്പോൾ കോമ്പോസിഷനൊക്കെ മാറി മാറി വരും. ഓക്കെ,
അപ്പോൾ ഇതാണ് ആനിമൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് നോക്കിയേ. ഇൻ്റർവൽ ബിറ്റ്വീൻ, ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഇൻ്റർവൽ ബിറ്റ്വീൻ മിൽക്കിംഗ് ആണ്. ലോങ്ങർ ദ മിൽക്കിംഗ് ഇൻ്റർവൽ ലോവർ ഈസ് ദി ഫാറ്റ് കണ്ടൻറ്റ് ആൻഡ് ദിസ് ഈസ് കോമ്പൻസേറ്റഡ് വിത്ത് എ ഹയർ മിൽക്ക് ഈൽഡ്. നമ്മൾ ഞാൻ നേരത്തെ ഒരു ഫാക്റ്റ് പറഞ്ഞായിരുന്നു അല്ലേ, അതായത് ഇപ്പോൾ കൂടുതൽ മിൽക്ക് തരുന്ന ഒരു കൗ ഒരു പക്ഷേ അല്ല ലോങ്ങർ കൂടുതൽ കാലത്തോളം നല്ല ഒരുപാട് മിൽക്ക് ഇത്ര ലിറ്റർ 10 ലിറ്ററും 12 ലിറ്ററും ഒക്കെ മിൽക്ക് തരികയാണെന്ന് വിചാരിക്കുക. സപ്പോസ് നല്ല രീതിയിൽ നമുക്ക് ചറ പറയാവുന്ന മിൽക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ആ മിൽക്കിലുണ്ടാവുന്ന ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ചോളണം. മിൽക്ക് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞിരിക്കാം എന്നുള്ള ഒരു ഫാക്റ്റാണ് നമുക്കിവിടെ പഠിക്കേണ്ടിയിരിക്കുന്നത്. സോ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മിൽക്കിംഗ് ഇൻ്റർവൽ, അതായത് നമ്മൾ ഈ കറവ ഉണ്ടല്ലോ, കറവ എടുക്കുന്ന ആ ഒരു ഇപ്പോൾ രാവിലെ കറന്നിട്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും എന്താ ചെയ്യുക, ഏറ്റവും നല്ല മിൽക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റ് കൂടിയ മിൽക്ക് കിട്ടണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കറക്കുക എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ പലപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ വൈകുന്നേരങ്ങളിൽ പാല് കിട്ടുന്നതിൻ്റെ കാരണം എന്താ, ഉച്ചയ്ക്ക് ശേഷം കറന്നെടുക്കുന്ന പാലിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളത്. ഓക്കെ, കാരണം രാവിലെ കറക്കുന്നതിൽ വെള്ളമാണ് കൂടുതൽ. കറക്കും തോറും പ്രധാനമായിട്ട് ഉച്ചയ്ക്ക് ശേഷം കറന്നാൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഇരിക്കെ ഈ കറക്കുന്ന ഇടവേള, ഇപ്പോൾ രാവിലെ കറന്നു അതിനുശേഷം ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് അടുത്തൊരു കറവാണെന്ന് വിചാരിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ മിൽക്കിംഗ് ഇൻ്റർവെൽ കൂടും തോറും ഫാറ്റ് കണ്ടൻറ്റ് കുറയും. പക്ഷേ എന്ത് സംഭവിക്കും, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ട് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. കാരണം അത്രയും മിൽക്ക് സംഭരിച്ച് വെച്ചിരിക്കുകയല്ലേ. ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് കറന്നു, ഇനി അടുത്ത വൈകുന്നേരം 6 മണിക്കാണ് കറന്നതെങ്കിൽ ഈ ഒരു 12 മണിക്കൂർ കൊണ്ട് ഇത്രയും ആ അകിടിൽ മിൽക്ക് സ്റ്റോറായിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് തൊട്ടാൽ മതി ഷറ പറയുന്നു വരും. പക്ഷേ അവിടെ എന്ത് സംഭവിക്കും, ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. ഓക്കെ, ഇനി SNFിൻ്റെ കാര്യത്തിൽ എന്താ SNF, സോളിഡ്സ് നോട്ട് ഫാറ്റ്. അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് പ്രധാനമായിട്ടും ലാക്ടോസ്, പ്രോട്ടീൻ പ്രധാനമായിട്ടും കേസിൻ, അതുപോലെ തന്നെ മിനറൽസ് ഓർ ആഷ്, കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ. SNF ഒരു ചെറിയ രീതിയിൽ വേരി ചെയ്യും. ഈ പറയുന്ന ഇൻ്റർവെൽ കാര്യമായിട്ട് വലിയ ഇൻ്റർവെലൊക്കെ വരികയാണെങ്കിൽ, ഇന്നിപ്പോൾ രാവിലെ ഈ പറയുന്ന ഇൻ്റർവെൽ ബിറ്റ്വീൻ അല്ലെങ്കിൽ മിൽക്കിംഗ് ഇൻ്റർവെൽ വളരെ വലിയ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, SNFിൻ്റെ കാര്യത്തിലും ചെറിയ രീതിയിലുള്ള മാറ്റമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ വലിയ രീതിയിലുള്ള വേരിയബിലിറ്റി എവിടെയാണ് ഉണ്ടാകുന്നത്, ഫാറ്റിൻ്റെ കാര്യത്തിൽ. അതാണ് ഞാൻ പറയുന്നത്, ഒരു ഡെയിലി നമ്മൾ മിൽക്ക് എടുക്കുമ്പോൾ ഡെയിലി മിൽക്ക് കണ്ടൻറ്റിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു മിൽക്ക് കിട്ടി, നാളെ നമ്മൾ മിൽക്ക് എടുക്കുകയാണ്. അപ്പോൾ ഡെയിലി മിൽക്കിൽ ഏറ്റവും വലിയ വേരിയബിലിറ്റി ഫീൽ ചെയ്യുന്നത് എവിടെയാണ്, സ്വാഭാവികമായിട്ടും ഫാറ്റിൻ്റെ കാര്യത്തിലാണ്. അതിപ്പോൾ ഇന്നേയും നാളത്തെയും മിൽക്ക് വെച്ച് കമ്പയർ ചെയ്യണ്ട. നിങ്ങൾ ഇന്നത്തെ തന്നെ രാവിലെ കറന്ന മിൽക്കും വൈകുന്നേരം കറക്കുന്ന മിൽക്കും നോക്കിക്കേ, ഏറ്റവും കൂടുതൽ വേരിയബിലിറ്റി നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഫാറ്റിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റും. കാരണം രാവിലെ ഉള്ളതിൽ വളരെ കുറവാണ് ഫാറ്റ് കണ്ടൻറ്റ്, വൈകുന്നേരം ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരു തവണ PSC ചോദിച്ച ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ, ഏതോ ഒരു പരീക്ഷയ്ക്കാണെന്ന് തോന്നുന്നു. അതായത് ഈ കൗ മിൽക്ക് വേരിയേഷൻ ഏറ്റവും ഫാസ്റ്റ് അല്ല ഏറ്റവും ഭംഗിയായിട്ടും വേഗത്തിലും വിസിബിൾ ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റ് ഏതാണെന്ന് ചോദിച്ചു. അത് എന്താണ്, അത് ഈ പറയുന്ന ഫാറ്റാണ്. ഫാറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടൻറ്റ് വേരിയേഷൻ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പ്രോട്ടീനാണ്. അത് കഴിഞ്ഞാൽ മിനറൽസ് അഥവാ ആഷ്. ഏറ്റവും കുറവ് വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വേരിയേഷൻ നമുക്ക് അത്ര വിസിബിൾ അല്ലാത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസ് ലീസ്റ്റ് വേരിയേഷൻ, ഒരു ദിവസം പാലിൻ്റെ കാര്യത്തിൽ ലീസ്റ്റ് വേരിയേഷൻ നമുക്ക് വിസിബിൾ ആവുന്നത് എവിടെയാണ്, ഈ പറയുന്ന ലാക്ടോസിൻ്റെ കാര്യത്തിലാണ്. രാവിലത്തുള്ള പാല് കറന്നു, വൈകുന്നേരത്തുള്ള പാല് കറന്നു, നമുക്ക് ലാക്ടോസിൻ്റെ വേരിയേഷൻ പെട്ടെന്ന് വിസിബിൾ ആവത്തില്ല. ഓക്കെ, ഇനി ഏജിൻ്റെ കാര്യം നോക്കിയേ. മിൽക്ക് കോമ്പോസിഷൻ ചേഞ്ചസ് വിത്ത് അഡ്വാൻസിങ് ഏജ്. അതായത് ആസ് കൗ ഗ്രോ ഓൾഡർ ദ ഫാറ്റ് കണ്ടന്റ് ഓഫ് ദ മിൽക്ക് ഡിക്രീസസ് ബൈ അബൌട്ട് 0.2% യൂണിറ്റ്സ് പെർ ലാക്ടേഷൻ. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഈ പറയുന്ന വയസ്സാകും തോറും നല്ല പാലൊക്കെ തരുമായിരിക്കാം, നല്ല രീതിയിൽ പാലൊക്കെ ഷറ പറയുന്നത് കിട്ടുമായിരിക്കാം. പക്ഷേ എന്ത് കുറയും, പശുവിൻ്റെ വയസ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗത്തിൻ്റെ വയസ്സ് കൂടും തോറും മിൽക്കിൽ ഉള്ള ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറയാണ്. അതൊരു ഫാക്റ്റാണ്. ആ ഒരു ഫാക്റ്റും പരീക്ഷയ്ക്ക് നമുക്ക്
വളരെ സ്റ്റാർ ചെയ്ത് വെച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഇത് തന്നിരിക്കുന്ന 4-ൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേണമെങ്കിൽ 4 പോയിന്റ് എന്നിട്ട് ചോദിക്കാം, ABCD. ഓക്കെ, ഇനി SNF fall is much greater with the advanced age. അതായത് ഈ പറയുന്ന സോളിഡ്സ് നോട്ട് ഫാറ്റിൻ്റെ ആ ഒരു കുറവ് നമുക്ക് നല്ല രീതിയിൽ തന്നെ അറിയാനും സാധിക്കും ഈ ഒരു പശുവിൻ്റെ വളർച്ച കൂടുന്തോറും. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫീഡിങ് റെജിമാണ്. ഫീഡിങ് റെജിം അത് നമുക്കിപ്പോൾ ഫീഡിങ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ കൈവശമായിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കേ, ഏജ് ആയിക്കോട്ടെ, ഈ പറയുന്ന മിൽക്കിംഗ് ഇൻ്റർവൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മിൽക്കിംഗ് ഇൻ്റർവൽ മാറ്റി വയ്ക്കുക, അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് പറയുന്നത്. ടെമ്പററി ഫാക്ടറാണ് മിൽക്കിംഗ് ഇൻ്റർവൽ എന്ന് പറയുന്നത്, ടെമ്പററി ഫാക്ടറാണ്. ഇനി ഇൻഡിവിജ്വാലിറ്റി ഓഫ് കൗ, അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റത്തില്ലല്ലോ. ബ്രീഡ് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല, സ്പീഷ്യസ് മാറ്റാൻ പറ്റത്തില്ല, ജനറ്റിക് മാറ്റാൻ പറ്റത്തില്ല. അതായത് ഇവയെല്ലാം എന്താണ്, പെർമനൻറ്റ് ഫാക്ടേഴ്സാണ്, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ജീൻസിലൊക്കെ നമുക്ക് പല രീതിയിലുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ചെയ്യാം ലാബിലൊക്കെ. പക്ഷെ നമുക്ക് എന്താണ്, ടെമ്പററി ഫാക്ടേഴ്സാണ്. ടെമ്പററി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മിൽക്ക് കോമ്പോസിഷൻ ആണ്. ഒന്ന് മിൽക്കിംഗ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. രാവിലെ കറന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി 2 ദിവസത്തേക്ക് കറക്കേ വേണ്ട, നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ടെമ്പററി ഫാക്ടറായിട്ട് എടുത്ത് പറയാവുന്ന മറ്റൊരു കാര്യമാണ് ഫീഡിങ് റെജിം. അണ്ടർ ഫീഡിങ് എ ലാക്ടേറ്റിംഗ് ആനിമൽ വിൽ റെഡ്യൂസ് ദ മിൽക്ക് ഈൽഡ് ലെവൽ ഓഫ് ഫാറ്റ് ആൻഡ് SNF. അതായത് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, വയ്ക്കോലോ ഒന്നും കൊടുക്കുന്നില്ല, പുല്ലോ ഒന്നും കൊടുക്കുന്നില്ല, സ്വാഭാവികമായിട്ട് അതെന്ത് പുവർ ഈൽഡിങ് കൗ ആയിട്ട് മാറും. ഒരു പുവർ ഈൽഡിങ് കൗ ആണെന്നുണ്ടെങ്കിൽ, അതായത് വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരു കൗ, സ്വാഭാവികമായിട്ടും എല്ലാം ആ മിൽക്ക് കോമ്പോസിഷൻ എല്ലാം പാലും കുറവായിരിക്കും, അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഫാറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് കുറവായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഫീഡിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉചിതമായ രീതിയിൽ തന്നെ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ലീഗലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് കൃത്യമായിട്ട് വന്ന് നിൽക്കത്തുള്ളൂ. ഇനി ഡിസീസ് എന്ന് പറയുന്നത്, ഡിസീസും ഒരു ടെമ്പററി ഫാക്ടറായിട്ട് കാണാൻ പറ്റില്ല, ഒരു പെർമനൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മളായിട്ട് വരുത്തി വെച്ച് കൊടുക്കുന്ന ഡിസീസ് അല്ല. ഇപ്പോൾ ഈ പറയുന്ന പശുക്കളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളുടെ അകിടിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്, മൈക്രോ ഓർഗാനിസംസിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. പലപ്പോഴും ഈ ഒരു ഇൻഫെക്ഷൻ കാരണം പശുവിൻ്റെ അകിടൊക്കെ നല്ല ചുമന്ന് നല്ല റെഡായിട്ടിരിക്കും, മാത്രമല്ല നല്ല കട്ടി ഹാർഡനായിട്ടിരിക്കും. അന്നേരം ആരെങ്കിലും പോയി കറക്കാൻ പോയി കഴിഞ്ഞാൽ പശു വലത്തെ കാലം ഇടത്തെ കാലം കൊണ്ട് ഒറ്റ തൊഴിയായിരിക്കും, ചെന്ന് ചാണകക്കുഴി കിടക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്, പശുവിനെ അവിടെ തൊടുന്നതേ വേദനയാണ്, സ്വാഭാവികമായിട്ടും തൊടുന്നതേ വേദനയാണ്. അപ്പോൾ ഇനി പശുവിനെ പിടിച്ചു നിർത്തി പാല് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അമ്മാതിരി ഉപദ്രവം കാണിക്കുകയാണെങ്കിൽ ആ പാലിൽ ബ്ലഡിൻ്റെ അംശവും കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡയറി ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഈ പറയുന്ന മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പശുക്കൾക്ക് പിന്നെ ഇതൊരു ഇൻഫെക്ഷൻ അല്ലേ, അങ്ങ് പരക്കും. ഓക്കെ, അപ്പോൾ ഈ ഡയറി ഇൻഡസ്ട്രി അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. എന്ത് തരം ഡിസീസാണ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്? ഇൻഫെക്ഷൻ ഡിസീസ് അല്ലേ, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു കളിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് കാരണം എന്താണ്, ഇറ്റ് അഫക്ട്സ് ദ മിൽക്ക് ഈൽഡ് ആൻഡ് ആൾസോ റെഡ്യൂസ് ദ ലാക്ടോസ് കണ്ടൻറ്റ് വിത്ത് എ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ ദി സാൾട്ട് കണ്ടൻറ്റ് ഓഫ് എ മിൽക്ക്. ഇനി അടുത്തത് സീസണാണ്. സീസൺ ആൾസോ പെർമനൻറ്റ് ഫാക്ടറാണ്. ഡ്യൂ ടു സീസണൽ വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ഫോഡർ ദർ ആർ ചേഞ്ചസ് ഇൻ ദി മിൽക്ക് കോമ്പോസിഷൻ. ശരിയല്ലേ, ഫോഡർ അല്ലെങ്കിൽ ഈ പറയുന്ന വൈക്കോലിൻ്റെ ലഭ്യത വളരെ കുറവാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വൈക്കോല് കഴിച്ച് ജീവിക്കുന്ന ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പുല്ലും മറ്റുമൊക്കെ കഴിച്ച് ജീവിക്കുന്ന പശുവിന് അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മിൽക്ക് കോമ്പോസിഷനിലും മാറ്റങ്ങളുണ്ടാവാം. മിൽക്കിൻ്റെ ഈൽഡ് വളരെ കുറവായിരിക്കാം, ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞു വരാം, പ്രോട്ടീൻ കണ്ടൻറ്റും മറ്റ് സാധനങ്ങളെല്ലാം കുറഞ്ഞു വരാം. ഇനി വേരിയേഷൻ ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, അവേഴ്സ് ഓഫ് സൺഷൈൻ, ലെങ്ത് ഓഫ് ദ ഡേ, റെയിൻഫാൾ ആൻഡ് ഡ്രോട്ട്. ശ്രദ്ധിക്കുക, ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ്. ഇൻ ഡ്രൈ മന്ത്സ് ദ ടോട്ടൽ മിൽക്ക് ഈൽഡ് ടെൻഡ് ടു ഡിക്രീസ് അലോങ് വിത്ത് എ ഡിക്രീസ് ഇൻ SNF ആൻഡ് ഇൻക്രീസ് ഇൻ ഫാറ്റ് കണ്ടൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഡ്രൈ മന്ത് ആണെന്നുണ്ടെങ്കിൽ മഴയൊന്നും പെയ്യുന്നില്ല, നല്ല ഡ്രൈ മന്താണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന കൗ മിൽക്കിൻ്റെ വരവ് കുറയും. സ്വാഭാവികമായിട്ടും
നല്ലൊരു ആരോഗ്യമുള്ള ഒരു കൗവിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇത് സത്യം പറഞ്ഞാൽ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഇമാതിരി ഒരു ഡ്രൈ മന്തിൽ ഒരു കൗവിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? നൽകുന്ന പാലിൻ്റെ അളവ് കുറയുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് അളവ് കുറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഫാറ്റ് കണ്ടൻറ്റ് കൂടി തന്നെ നിൽക്കും. ഓക്കെ, SNFും കുറയും. നേരെ തിരിച്ചാണ് നമ്മൾ വെറ്റ്മെൻസിൻ്റെ കാര്യത്തിൽ there may be a decrease in both SNF and fat content along with or without the increase in the yield of milk which depends on the level of nutrition. ഓക്കെ, അപ്പോൾ ഡ്രൈ മന്തിൽ എന്താ സംഭവിക്കുന്നത്? മിൽക്കിൻ്റെ ഈൽഡ് കുറയാണ്, SNFും കുറയാണ്, ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. എന്നാൽ വെറ്റ് മന്തിൽ നേരെ തിരിച്ചു വരികയാണ്, ഫാറ്റ് കണ്ടൻറ്റ് കുറയുകയാണ്, SNFിനോടൊപ്പം തന്നെ കുറയുകയാണ്. പക്ഷേ മിൽക്കിൻ്റെ ഈൽഡ് കുറയോ കുറയാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, അത് ആ ഒരു സമയത്ത് ഇതിന് കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിനനുസരിച്ചിരിക്കും. നല്ല സാധനങ്ങളൊക്കെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അത് തിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല മിൽക്ക് നമുക്ക് കിട്ടും. ഇനി മിസ്ലേനിയസ് ഫാക്ടേഴ്സ് നോക്കിയാൽ, മിസ്ലേനിയസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ്. സോ റെഗുലർ എക്സസൈസ് ഇൻഡയറക്ട്ലി ഇൻക്രീസസ് ദി മിൽക്ക് ഈൽഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പശുവിനെ പശുവിനെ നമ്മൾ എന്താ പറയുക, മറ്റേ കയറ് അഴിച്ചു വിടുക. പശു അവിടെ ഇവിടെയൊക്കെ പോയി നടന്ന് ഒരു മണിക്കൂർ വാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പതുക്കെയൊക്കെ വന്ന് ആരെങ്കിലുമൊക്കെ കുത്തിയോ അല്ലെങ്കിൽ പേടിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നൈസായിട്ട് ആരെങ്കിലുമൊക്കെ മുണ്ട് പറിച്ചെടുക്കുകയോ എന്തൊക്കെ ചെയ്തിട്ട് അവസാനം എന്ത് വരും? നേരെ വീട്ടിലോട്ട് തിരിച്ചു വരും. അപ്പോൾ അതൊരു എക്സസൈസായി. അപ്പോൾ സ്വാഭാവികമായിട്ടും മിൽക്ക് ഈൽഡ് കൂട്ടും. ഓക്കെ, അങ്ങനെ കരുതിയാൽ മതി നിങ്ങൾ. ഇനി അടുത്ത എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പശുവിന് നമ്മളെ കണ്ടിട്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും വരത്തില്ല. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം പശുവിനെ നമ്മൾ പേടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ പശുവിനെ കറക്കാൻ ചെന്നപ്പോൾ പശു ചെറുതായിട്ടൊന്ന് തൊഴിച്ചു. നേരെ നമ്മൾ മനുഷ്യനെ അടിക്കും പോലെ പശുവിനെ അടിക്കുകയാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് 2 അടി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും പശു പേടിക്കും. പശു പേടിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അഡ്രിനാൽ പമ്പ് ചെയ്യും. അഡ്രിനാൽ പമ്പ് ചെയ്യുമ്പോൾ പശുവിൻ്റെ മിൽക്ക് ഈൽഡിനെ ബാധിക്കും. പശു അതുവരെ തന്നുകൊണ്ടിരിക്കുന്ന ആ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കുറയും. കാരണം ഈ അഡ്രിനാൽ പമ്പ് ചെയ്യുമ്പോൾ എന്തിന് കൗണ്ടറാക്റ്റ് ആയിട്ട് വരും? ഓക്സിറ്റോസിൻ ഹെൽപ്സ് ഇൻ ലാക്ടേഷൻ. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഹെൽപ്സ് ഇൻ ലാക്ടേഷൻ. ആ ഓക്സിറ്റോക്സിൻ്റെ ആക്ഷന് ബദലായിട്ട് അഡ്രിനാലിൻ പമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റെഡ്യൂസസ് മിൽക്ക് ഈൽഡ്. ഓക്കെ, ആൻഡ് ആൾസോ പ്ലീസ് നോട്ടീസ് ബൊവൈൻ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട്. PSC ചോദ്യമാണ്. ഓക്കെ, നമ്മളിപ്പോൾ FSO പരീക്ഷയ്ക്ക് മാത്രമല്ല, ഈ ഒരു പർട്ടിക്കുലർ ഡെയിറി ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടുള്ള ബൊവൈൻ സൊമാറ്റോട്രോപ്പിൻ ഒരു കൗവിന് നൽകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാല് കിട്ടും. ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ചെറിയ അളവിൽ ഫാറ്റ് കണ്ടൻറ്റും കൂട്ടാം. ചെറിയ അളവിൽ, ഭയങ്കരമായിട്ടൊന്നുമല്ല, ചെറിയ അളവിൽ ഫാറ്റ് കണ്ടൻറ്റും കൂട്ടാം. ഇനി ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്, അതായത് ബൊവൈൻ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഡ്രഗിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് പോസിലാക്ക് ആണ്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൻ്റെ എൻഡ് ആയിരിക്കുകയാണ്. സോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് സെറ്റ് ചെയ്തുള്ള നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദ മിൽക്കാണ് പഠിച്ചത്. കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, അതിൽ അനിമൽ ഫാക്ടേഴ്സ് പഠിച്ചു, എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് പഠിച്ചു, അതുപോലെ തന്നെ മിസ്ലേനിയസ് ഫാക്ടേഴ്സും പഠിച്ചു. ഓക്കെ, ഫാറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടൻ്റാണ്. ഡെയിലി ഈ പറയുന്ന മിൽക്കിൻ്റെ കോമ്പോസിഷനിൽ വേരിയേഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. രാവിലെ കറക്കുന്ന പാലിൽ വളരെ കുറവ് ഫാറ്റും വൈകുന്നേരം കറക്കുന്നതിൽ കൂടുതലും. അത് കഴിഞ്ഞാൽ വേരിയേഷൻ ഏറ്റവും കൂടുതൽ ഡെയിലി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഡേ ടു ഡേ നമ്മൾ നാളെ ഇന്നോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രോട്ടീനാണ്. ശേഷം മിനറൽ ഓർ ആഷ് എന്ന് തന്നെ നിങ്ങൾ പഠിക്കുക. ബിക്കോസ് ആഷ് എന്ന് പറഞ്ഞ് ചോദ്യം ഉത്തരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഷ് എന്താണ് എന്ന് അറിയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ആഷ് എന്ന് പറഞ്ഞാൽ മിനറലാണ്, കാൽഷ്യം, ഫോസ്ഫറസ്. ഓക്കെ, പ്രധാനമായിട്ടും കാൽഷ്യമാണ്. മേജർ മിനറൽ പ്രസൻറ്റ് ഇൻ ദി കൗ മിൽക്ക് കാൽഷ്യമാണ്. അല്ല, കാൽഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊച്ചിലേക്ക് നമുക്ക് പാലൊക്കെ വീട്ടുകാർ തരുന്ന എന്തിനാ? നല്ല അസ്ഥിയൊക്കെ നല്ല സെറ്റ് ആവട്ടെ എന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഈ പറയുന്ന മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡിസീസിനെ കുറിച്ച് പഠിച്ചു.
മിൽക്കിംഗ് ഇൻ്റർവെൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന പലതരം ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇത് ഒരു തവണ നിങ്ങൾ നോട്ടും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾ പക്കയാവും. കാരണം നിങ്ങൾക്ക് പലർക്കും ഇതൊരു പുതിയ ടോപ്പിക്കാണ് അല്ലേ. സ്വാഭാവികമായിട്ടും നമുക്കതൊരു ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാവും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ കാര്യം നമ്മൾ പഠിക്കണം. അന്നേരം നമ്മൾ ട്രൂ സൊല്യൂഷനും കൊളോയിഡൽ ഡിസ്പേർഷനും എമൽഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അടുത്ത ക്ലാസ്സിലാവട്ടെ. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലേണിംഗ് ആപ്പിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിലും നൽകിയേക്കാം. താങ്ക് യു വെരി മച്ച്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നും ഇതിനപ്പുറം ഒരു ചോദ്യം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു നോട്ട് കൂടിയാണിത് അല്ലേ. മിൽക്ക് കണ്ടൻറ്റ് കൂടുന്തോറും അല്ലെ മിൽക്കിൻ്റെ ഈൽഡ് കൂടുന്തോറും എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഫാറ്റ് കണ്ടൻറ്റ് കുറയുമെന്നുള്ള കാര്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ മിൽക്കിംഗ് ഇൻ്റർവെൽ കൂടുന്തോറും എന്ത് സംഭവിക്കും? മിൽക്കിൻ്റെ ഈൽഡ് അത്രമാത്രം മിൽക്ക് ആ അകിടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെയും നമ്മൾ എന്തേ പറയുന്നുള്ളൂ, മിൽക്കിൻ്റെ ഈൽഡ് കൂടുന്തോറും ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറയും. ഓക്കെ, എന്നാൽ നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന ഒരു പശുവിന് ഒന്നും കൊടുക്കാതെ പട്ടിണി കിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മിൽക്കിൻ്റെ ഈൽഡും കുറയും, അതിൻ്റെ അകത്തുള്ള എല്ലാ ന്യൂട്രിയൻ കണ്ടൻറ്റുകളും കുറയും, ഫാറ്റ് കണ്ടൻറ്റ് ഉൾപ്പെടെ കുറയും. ഓക്കെ, സോ ബൊവൈൻ സൊമാറ്റോട്രോഫിൻ, അതിൻ്റെ ബ്രാൻഡ് നെയിം പോസിലാക്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.